ഹായ് ഗായ്സ്, ആഴ്ചയിൽ 2 തവണ ഇങ്ങനെ ചെയ്യൂ. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൻ ടോൺ നാൾക്ക് നാൾ ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല, ചില ആൾക്കാർക്ക് ഒരുപാട് ഓയിലി ആയിരിക്കും അവരുടെ ഫേസ് ഉണ്ടാവുക. അപ്പോൾ അത് നല്ല രീതിയിൽ കൺട്രോൾ ആവാനായിട്ടും അതുമൂലം വരുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു പിമ്പിൾസ്, മാർക്സ്, പിഗ്മെന്റേഷൻ, ഡെഡ് സെൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ റിമൂവ് ആക്കിക്കൊണ്ട് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആക്കി വെക്കാനായിട്ടുള്ള സൂപ്പർ റെമഡിയാണ് നമ്മളിന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന തക്കാളി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേഷ്യലാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേഷ്യലിന് നമുക്ക് ആദ്യം വേണ്ടതും തക്കാളി തന്നെയാണ്. എങ്ങനെ ചെയ്തെടുത്തു എന്നുള്ള വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു തക്കാളി എടുത്തിട്ട് അതിന് നടുവേ നമ്മളങ്ങ് കഷ്ണമാക്കിയിട്ടുണ്ട്. നമുക്കിത് മാത്രം പോരെ, ഇനി ഒരു ഹാഫ് തക്കാളി കൂടി ആവശ്യമുണ്ട് കേട്ടോ. അത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇപ്പം ഞാൻ ഈ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതിൽ ഒരു പീസ് നമ്മൾ എടുത്തിട്ട് ആദ്യത്തെ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ക്ലെൻസ് ആണ് കേട്ടോ. നല്ല രീതിക്ക് നമ്മുടെ ഫേസിന് അതൊന്ന് ക്ലെൻസ് ചെയ്യണം. നമ്മുടെ ഫേസിലുണ്ടാവുന്ന അഴുക്കും ഡെഡ് സെൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തക്കാളിനകത്തുള്ള പൾപ്പാണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ പൾപ്പ് ഇതുപോലെ കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്തിട്ട് അതിനകത്തുള്ള പൾപ്പ് എടുക്കുക. പിന്നീട് ഞാൻ ചേർക്കുന്നത് ഗ്രീൻ ടീയുടെ ടോണറാണ്. നിങ്ങൾക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലൂടെ ഗ്രീൻ ടീയുടെ ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയുള്ള ടോണറാണ്. അപ്പോൾ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഒരല്പം. പിന്നീട് ചേർക്കുന്നത് പാലാണ്, റോ മിൽക്കാണ്. അത് പാക്കറ്റ് പാലായാലും കുഴപ്പമില്ല, പശുവിൻ പാലായാലും കുഴപ്പമില്ല. അപ്പോൾ നല്ല രീതിയിൽ ക്ലെൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡബിൾ ക്ലെൻസിങ്ങിൻ്റെ എഫക്റ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് 1 കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് 2ലേക്ക് കടക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ക്രബാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ നേരത്തെ ഒരു പകുതി തക്കാളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് പാൽപ്പൊടിയാണ് കേട്ടോ. സ്ക്രബിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന പാടും കാര്യങ്ങളിലും ക്ലിയർ ആക്കിക്കൊണ്ട് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് നിറം വെക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു പാൽപ്പൊടി നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പാൽപ്പൊടി വേണ്ട, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് അരിപ്പൊടി ഉപയോഗിച്ചിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഉപയോഗിച്ചിട്ടും സ്ക്രബ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ സ്ക്രബും തയ്യാറാക്കി കഴിഞ്ഞു. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാസ്ക് ആണ്. നമ്മൾ ക്രീമിലോട്ടൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഒരു മാസ്ക്. 3 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് ക്ലെൻസിങ്ങും പിന്നെ ഒരെണ്ണം നമ്മൾ ഈ ഒരു സ്ക്രബും പിന്നെ മാസ്കുമാണ്. അപ്പോൾ മാസ്ക് എങ്ങനെ നമ്മൾ ചെയ്തെടുത്തു എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരു തക്കാളി മാത്രം പോരാ, ഇനി ഒരു ഹാഫ് തക്കാളി വേണം എന്നുള്ളത്. അപ്പോൾ ഒരു തക്കാളി എടുത്തിട്ട് ഞാൻ ഇതുപോലെ അങ്ങ് ഗ്രേറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 1-2 ടേബിൾ സ്പൂൺ നമുക്ക് കിട്ടുന്ന രീതിക്കുള്ളൊരു ജ്യൂസ് നമുക്ക് വേണം. അപ്പോൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ആ ഒരു ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആൾക്കാരെന്ന് പറയുന്നത് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ്. മുൾട്ടാണി മിട്ടി നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സെൽസിനെ റിമൂവ് ആക്കാനായിട്ടും ഓയിൽ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്ത് നമ്മുടെ സ്കിൻ ടോൺ തന്നെ ഇമ്പ്രൂവ് ആക്കാനായിട്ടും ഈ ഒരു മുൾട്ടാണി മിട്ടിക്ക് കഴിവുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ ഞാൻ മുൾട്ടാണി മിട്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക്. പിന്നീട് നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. നേരത്തെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഒരു സ്ക്രബ് തയ്യാറാക്കിയത്. ഈ ഒരു മാസ്കിനകത്തേക്ക് വീണ്ടും നമ്മൾ 1 ടീസ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, അത് നോർമൽ മഞ്ഞളോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളോ, അത് നിങ്ങൾ ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുക, ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ മഞ്ഞൾ, അതൊരു ഇച്ചിരി മതിയാകും. അതും കൂടി അങ്ങ് ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക. മിക്സ് ആക്കാനായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വീണ്ടും ഗ്രീൻ ടീയുടെ ടോണർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്ക് അങ്ങ് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 സ്റ്റെപ്പാണ് നമുക്കുള്ളത്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലെൻസിങ്ങിൻ്റെ ഈ ഒരു കൂട്ട് വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. സ്പഞ്ചോ അല്ലെങ്കിൽ ചെറിയൊരു കോട്ടൺ ബോളൊക്കെ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു കൂട്ടിനകത്തേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ഉപയോഗിച്ചിട്ട് ഫേസ് നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അതൊക്കെ വേണം ചെയ്യാനായിട്ട്. ഏകദേശം 1 മിനിറ്റോളം എടുത്ത് വേണം ഇത് ചെയ്തു വരാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുണ്ടാവുന്ന അഴുക്കും മറ്റും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പകുതി തക്കാളിയിലേക്ക് അല്പം പാൽപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് നമ്മൾ സ്ക്രബായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു പാൽപ്പൊടിക്ക് പകരമായിട്ട് ഞാനിവിടെ പഞ്ചസാരയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ സ്ക്രബ് ചെയ്യുന്നത് ഈ ഒരു പാൽപ്പൊടി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് ഒരു 3 മിനിറ്റ് നേരത്തേക്ക് ഞാനിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്ക്രബ് പോലെ മസാജ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പഞ്ചസാരയോ അല്ലെങ്കിൽ റൈസ് പൗഡറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1-2 മിനിറ്റ് മതിയാകും കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 5
5 മിനിറ്റ് നേരത്തേക്ക് അങ്ങ് വെറുതെ അങ്ങ് വിടുക. അത് ഇച്ചിരി അങ്ങ് ഉണങ്ങിയതിന് ശേഷം നന്നായിട്ടൊന്നും ഡ്രൈ ആവേണ്ട, ചെറിയ രീതിക്ക് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ കഴുകാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിന് മീതെ തന്നെ നമ്മൾ അടുത്തുണ്ടാക്കി വെച്ചിട്ടുള്ള ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കഴുകിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടോ, ഒരു 3 മിനിറ്റ് മസാജ്. അത് കഴിഞ്ഞ ശേഷം, അതായത് മസാജ് മീൻസ് നമ്മുടെ സ്ക്രബ് കേട്ടോ, സ്ക്രബ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് നേരത്തേക്ക് അങ്ങ് വെറുതെ അങ്ങ് വിടാം. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കഴുകാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കഴുകിച്ച് വന്ന ശേഷം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ഫേസ് മാസ്ക് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതങ്ങ് കഴുകിക്കളയാം. 15 അല്ലെങ്കിൽ 20 മിനിറ്റ് കേട്ടോ, അത്ര മാത്രം വെച്ചിരുന്നാൽ മതി. അതിനുശേഷം നമുക്കിതങ്ങ് കഴുകിക്കളയാം. കഴുകിക്കളയുമ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ഫേസ് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ആലോവേറ ജെല്ലോ ഉപയോഗിക്കാനായിട്ട് മറക്കരുത്. ഇത് നല്ല നമ്മൾ ഏതൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് വരാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നല്ലൊരു മോയ്സ്ചറൈസറോ ജെല്ലോ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. ഫൈനലായിട്ടുള്ള റിസൾട്ടാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ സ്കിന്നിൽ നിറം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നല്ലൊരു ബ്രൈറ്റനിങ് ലുക്കായിരിക്കും നമുക്ക് കിട്ടട്ടോ. ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് ആയിരിക്കും നമ്മുടെ ഫേസിൽ ഉണ്ടാവുക. ഡള്ളായിട്ടുള്ള ഫേസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആ ഒരു ബ്രൈറ്റനിങ് ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ആഴ്ചയിൽ നിങ്ങൾ 2 തവണ ഈ രീതിക്ക് നിങ്ങൾ മുടങ്ങാതെ ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പാടും മറ്റും കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് നാൾക്ക് നാൾ നിങ്ങളുടെ സ്കിൻ ടോൺ ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.